قلبي دوما يغمرني من فيض ضياء. آيات المولى تدفعني نحو العليا، والكون الواسع في صدري أحضنه أرضا وسماء. يا ربي قد نلت. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ സഹോദര സഹോദരിമാരെ, സൂറത്തുൽ മുസ്സമ്മിലാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 10 ആയത്തുകൾ പഠിച്ചു കഴിഞ്ഞ് 11ാമത്തെ ആയത്താണ് ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദർനി വൽ മുകദ്ദിബീന ഉലിൻ നഅമതി വമഹ്ഹിൽഹും ഖലീലാ ഇന്ന ലദൈനാ അൻകാലൻ വജഹീമാ وطعاما ذا غصة وعذابا أليما اللهم أجرنا من العذاب الأليم. صدق الله العلي العظيم. അള്ളാഹുവെ ഞങ്ങൾ ആ ശിക്ഷയിൽ നിന്ന് കാക്കണേ തമ്പുരാനെ. 11 മുതൽ 13 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഓതി വെച്ചത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല ഒരുപാട് നിർദ്ദേശങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ട് അവസാനം പറഞ്ഞത് എന്താ? ക്ഷമിക്കണം, നിങ്ങൾ അവരെ ഹജ്റുൻ ജമീൽ ചെയ്യണം, അല്ലേ? അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പറയണം, നിങ്ങൾ അവരെ കാര്യം അള്ളാഹുവിന് വിട്ടേക്കിൻ കേട്ടോ. അവർ ബുദ്ധിമുട്ടിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ ഭയപ്പെടുകയോ സങ്കടപ്പെടുകയോ ബേജാറാകുകയോ ഒന്നും വേണ്ട. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറയുക, നിങ്ങളെ ഉത്തരവാദിത്തം എത്തിച്ചു കൊടുക്കുക എന്നതാണ്. ബാക്കി ഞാനും ആരും ആയിക്കോളാം. അവരെ നിങ്ങൾ എന്നെയും അവരെയും വിട്ടേക്കൂ എന്നാണ് നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല പറയുന്നത്. വദർനി, നബിയെ അങ്ങ് എന്നെ വിട്ടേക്കും. വൽ മുകദ്ദിബീൻ, സത്യനിഷേധികളെയും താങ്കൾ വിട്ടേക്കും. എന്നെയും അവരിങ്ങോട്ട് വിട്ടേക്കെന്ന് പറഞ്ഞാൽ എന്നെ ഇങ്ങോട്ട് വിടിയെന്ന് അറിയില്ല. ഈ തല്ലൊക്കെ ഉണ്ടാകുമ്പോൾ കച്ചറുണ്ടാകുമ്പോൾ ആൾക്കാർ പറയും എന്നെ ഇങ്ങോട്ട് വിടിയെന്ന് അറിയില്ല, ഞാൻ ഓനെ ശരിയായി കൊടുക്കാൻ ആ പറച്ചിലാണത്. നബിയെ അങ്ങ് എന്നെ വിട്ടേക്കിൻ. വൽ മുകദ്ദിബീന, മുകദ്ദിബീങ്ങളെയും സത്യനിഷേധികളെയും വിട്ടേക്കിൻ. എന്താണ് മുകദ്ദിബീങ്ങളുടെ ഒരു സ്വഭാവം? എന്താണ് അവരുടെ പ്രത്യേകത? ഉലിന്ന അമത്തി, വലിയ ധനികരായ ആളുകളാണവർ. അനുഗ്രഹങ്ങൾ, ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ചിരുന്ന സത്യനിഷേധികൾ. അത് വല്ലാത്തൊരു പ്രയോഗമാണ്. അല്ലാഹു തആലയാണ് പറയുന്നത്, ഞാൻ ഒരുപാട് വാരിക്കോരി കൊടുത്തു, അങ്ങനത്തെ ആളുകൾ എന്നെ നിഷേധിച്ച് നടക്കുകയാണ്. ആ പ്രയോഗത്തിൽ തന്നെ എന്താണ് ഒരു താഴനുണ്ട്, ഒരു കുത്തുണ്ടല്ലേ. അപ്പോൾ അല്ലാഹു തആല പറയാണ്, അങ്ങനെ ഞാൻ ഒരുപാട് നിഅമത്ത് ചെയ്തു കൊടുത്ത ധനികരായ അല്ലെങ്കിൽ വലിയ വലിയ സ്ഥാനമാനങ്ങളുള്ള അനുഗ്രഹങ്ങൾ ഒരുപാട് ലഭിച്ച ആ മുകദ്ദിബീങ്ങളെയും എന്നെയും വെറുതെ വിട്ടേക്കൂ. ഉലിന്നഅമ, അനുഗ്രഹങ്ങളുടയവരായവർ എന്നർത്ഥം, അനുഗ്രഹങ്ങളുള്ളവർ എന്നർത്ഥം. അവർ വിട്ടേക്കിൻ. വമഹിൽഹും, താങ്കൾ അവർക്ക് അല്പം സാവകാശം നൽകിയേക്കിൻ. ഖലീലൻ, കുറച്ച്. വമഹിൽഹും, താങ്കൾ അവർക്ക് സാവകാശം നൽകുകയും ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് ഇട നൽകുകയും ചെയ്യുക. ഖലീലൻ, കുറച്ചൊക്കെ സാവകാശം കൊടുക്കും. ഞാൻ അപ്പം ശരിയാക്കി തരാവലേൻ, ഞാൻ അവരെ പിടികൂടാമെന്നാണ് പറഞ്ഞതിനർത്ഥം. മുകദ്ദിബീൻ എന്ന് പറഞ്ഞാൽ അൽ മുത്രഫീൻ, അസ്ഹാബുൽ അംവാൽ, ഒരുപാട് സമ്പത്തുള്ള ആളുകൾ. അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്താണ് പറയുക, എപ്പോഴും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന അബൂജഹലിനെ പോലെയുള്ള വലിയ വലിയ ആൾക്കാരൊക്കെ അല്ലേ ഉണ്ടായിരുന്നു. അവരെക്കുറിച്ചൊക്കെയാണ് സൂചന. എല്ലാ കാലത്തുള്ള ആൾക്കാരൊക്കെ അതിൽ ആ ഒരു ആയത്തിൽ അവർ പരാമർശിതരാണ്. വേറെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത് നുമത്തിഉഹും ഖലീലൻ സുമ്മ നദ്ഫറുഹും ഇലാ അദാബിൻ ഖലീൽ, നമ്മൾ കുറച്ച് കാലം അവിടെ ഇങ്ങനെ സുഖിച്ച് ആടിപ്പാടി നടക്കാൻ അനുവദിക്കും. എന്നിട്ട് സുമ്മ നദ്ഫറുഹും ഇലാ അദാബിൻ ഖലീൽ, പിന്നെ ഘോരമായ ശിക്ഷ നാം കൊടുക്കുകയും ചെയ്യും. അക്രമികളായ ആളുകളെ സംബന്ധിച്ച് എടുക്കേണ്ട ഒരു നടപടി അത് അല്ലാഹു തആല എടുത്തുകൊള്ളും. താങ്കൾ അതിൽ വിഷമിക്കേണ്ട. താങ്കൾ കുറച്ച് താമസം, കുറച്ച് എന്താണ് പറയുക, കുറച്ച് അവരെങ്ങനെ താമസിപ്പിക്കുകയാണ് അല്ലാഹു തആല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കുറച്ച് ഇട നൽകുക, അതുവരെ ക്ഷമിക്കുക, അവരെ കാര്യം എനിക്ക് വിട്ടേക്കണം, ഞാനത് നോക്കിക്കൊള്ളാം എന്നാണ് അല്ലാഹു തആല പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനിപ്പിക്കുകയാണ് സത്യത്തിൽ ഈ ആയത്തിലൂടെ ചെയ്യുന്നത്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയാണ്, ഈ ആയത്ത് ഇറങ്ങിയിട്ട്
കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ബദർ യുദ്ധം നടന്നു എന്നാണ്. എന്തേ ബദർ യുദ്ധത്തിലുണ്ടായത്? ലം യക്കുൻ ഇല്ലാ യസീർ ഹത്താ കാനത്ത് വഖഅത്തു ബദരിൻ. ഈ ആയത്ത് കൊണ്ട് ഇറങ്ങിയിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ബദർ യുദ്ധം നടന്നു. എന്തേ ബദർ യുദ്ധത്തിലുണ്ടായത്? ഈ പറയപ്പെട്ട കൊലകൊമ്പന്മാരൊക്കെ അല്ലാഹു തആല നിലം പരിശാക്കി. അബൂജഹൽ കൊല്ലപ്പെട്ടില്ലേ? വളരെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ കൊല്ലപ്പെട്ടില്ലേ? വളരെ പ്രധാനപ്പെട്ട ആളുകളാണ് മുശ്രിക്കുകളുടെ ഭാഗത്ത് നിന്ന് കൊല്ലപ്പെട്ടത്. കണ്ടോ, വദർനി വൽ മുകദ്ദിബീന ഉലിൻ നിഅമത്തി. ഈ ഉലിൻ നിഅമത്ത് എന്ന് പറയപ്പെട്ട ആളുകളാണ് അന്ന് കൊല്ലപ്പെട്ടവരിലധികവും. അപ്പോൾ അല്ലാഹു തആല പിടികൂടി എന്നർത്ഥം. ദുന്യാവിൽ തന്നെ അവരെ പിടികൂടി, ആഖിറത്തിൽ ഇവിടെ പറയും വേണ്ട. എന്നിട്ട് അല്ലാഹു തആല ആഖിറത്തിൽ എന്ത് കിട്ടും എന്നാണ് 12 മുതൽ പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ലദൈന അൻകാലം വജഹീമ. നിശ്ചയമായും നമ്മുടെ അടുക്കൽ കനത്ത ചങ്ങലകളും ജ്വലിക്കുന്ന തീയും ഉണ്ട്. അപ്പോൾ വദർനി വൽ മുകദ്ദിബീന ഉലിൻ നിഅമത്തി മഹ്ലുഹും ഖലീല എന്നുള്ളത് അത് ദുന്യാവിൽ ഒരു ശിക്ഷകൾ കൊടുത്തു. ഇനിയിപ്പോൾ നമ്മളത് ആഖിറത്തേക്ക് വന്നാലോ അവിടെ അതിലേറെ വലിയ ശിക്ഷ അവിടെ ഉണ്ട്. എന്തൊക്കെയുള്ളത്? ഇന്ന ലദൈന, നിശ്ചയമായും നമ്മുടെ അടുക്കലുണ്ട്. ലദൈന എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുക്കലുണ്ട്. അങ്കാലൻ, കനത്ത ചങ്ങലകളുണ്ട്, നല്ല കട്ടിയുള്ള ചങ്ങലകളുണ്ട്. വജഹീമൻ, ആളിക്കത്തുന്ന തീയുമുണ്ട്. ഇബ്നു അബ്ബാസ് തങ്ങളടക്കമുള്ള മുഫസ്സിരീങ്ങൾ അങ്കാൽ എന്നതിന് അർത്ഥം പറഞ്ഞത് അൽ ഖുയൂദ് എന്നാണ്. ചങ്ങലകൾ, അൽ ഖുയൂദ്. അതിൻ്റെ വാഹിദ് എന്താണെന്ന് പറയുക, സിംഗുലർ നിക്ല് എന്നാണ്. നിക്ലുൻ എന്നതിൻ്റെ പ്ലൂരലാണ് അങ്കാൽ. ശരിക്കത് മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ അനുവദിക്കാത്തതിനാണ് നിക്കല് എന്ന് പറയാം. അതിൽ ചങ്ങലട്ടാതല്ല സംഭവിക്കുക. ചങ്ങലട്ട അങ്ങോട്ട് കൂടി നീങ്ങാൻ കഴിയും? ഇല്ല. സുബ്ഹാനല്ലാഹ്. അപ്പോൾ പിന്നെ എന്തിനാ ആൾക്കാർ ചങ്ങലക്കിടുന്നത്? അള്ളാഹു എന്തിനാ ആളുകളെ ചങ്ങലക്കിടുന്നത്? എന്താപ്പോൾ നരകത്തു നിന്ന് ആൾക്കാർ ഓടിപ്പോകുന്നുള്ള പേടിയുള്ളത് കൊണ്ടാണോ ചങ്ങലക്കിടുന്നത് എന്ന് ചോദിക്കണോ? അല്ല, ആ ചോദ്യത്തിന് അർത്ഥമല്ല. ആ ചോദ്യം അവിടെ പ്രസക്തമല്ല. അവിടെ ചങ്ങലിടുന്നത് ഓടിപ്പോയിരിക്കാനല്ല, അവരെ പരമാവധി നിന്നരും നിസ്സാരരുമാക്കണം. ഒരാളെ കാലിൽ ചങ്ങലിട്ട് കെട്ടിട്ട് പറഞ്ഞാൽ അയാളെ അധോഗതയല്ലേ അത് സൂചിപ്പിക്കുന്നത്? അയാളെ പറ്റ നിന്നനെ നിസ്സാരമാക്കിയെന്നല്ല സൂചിപ്പിക്കുന്നത്. ഇവിടെയും അത്രയേ ഉള്ളൂ. അപ്പോൾ അവരെ നിന്ദ്യമാക്കാനും നിസ്സാരമാക്കാനും അത് വലിച്ച് മലക്കുകളത് ഇങ്ങനെ വലിച്ചു കൊണ്ടുവരുന്ന രംഗം അല്ലാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് അനങ്ങാൻ ഇതിനൊന്നും പറ്റാതെ അവരാ ടൈറ്റ്, അവരുടെ കുടിസാകുന്ന ആ രംഗം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ അല്ലാഹുവിനെ വിശദീകരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇന്ന ലദൈന അൻകാലൻ വജഹീമ, നല്ല കടുത്ത ചങ്ങലകളുണ്ട്, കനമുള്ള ചങ്ങലകളുണ്ട്, കനത്ത ചങ്ങലകളുണ്ട്. പിന്നെ ജഹീം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നരകത്തെക്കുറിച്ച് പറയുന്ന പേരാണ്. അതല്ലെങ്കിൽ ജഹീം എന്നതിന് കത്തുന്ന ജ്വലിക്കുന്ന അഗ്നിയുണ്ട്. അതൊക്കെ അതിൻ്റെ അർത്ഥങ്ങൾ തന്നെയാണ്. അതൊക്കെ പറയുകയാണെങ്കിലേ സുബ്ഹാനല്ലാഹ്, അള്ളാഹ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നരകത്തെക്കുറിച്ച് എപ്പോഴും മോചനം എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അജ്റിനി മിനന്നാർന്ന് മുടങ്ങാതെ, പ്രത്യേകിച്ച് സുബൈയുടെയും മാരിവിൻ്റെ ശേഷം 7 പ്രാവശ്യം എങ്കിലും ചോദിച്ചുകൊണ്ടിരിക്കണം. എപ്പോഴും ചോദിക്കേണ്ട വിഷയമാണ്. നമ്മൾ വിചാരിക്കാൻ പോലെ തന്നെ നമുക്കൊന്നും താങ്ങാൻ കഴിയില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. എന്താണ് 13-ാമത്തെ ആയത്തിൽ പറയുന്നത്? എൻ്റെ അടുക്കൽ നല്ല ചങ്ങലകളുണ്ടെന്നും തീയുണ്ടെന്നും പറഞ്ഞതിന് ശേഷം പറയാണ് തആമൻ ദാ ഗുസ്സത്തിൻ വഅദാബൻ അലീമ, കീഴ്പോട്ടിറങ്ങാതെ തൊണ്ടയിൽ അടഞ്ഞു നിൽക്കുന്ന ഭക്ഷണമുണ്ട്. വഅദാബൻ അലീമൻ, കടുത്ത വേദനയുള്ള ശിക്ഷയുമുണ്ട്. തആമൻ, എൻ്റെ അടുത്തേക്ക് അവർ വരുമ്പോഴേ ആഖിറത്തിൽ ഇവർക്ക് ഇവിടെ ഭക്ഷണം കൊടുക്കും. ഞാൻ ഭക്ഷണം കൊടുക്കാതിരിക്കുന്നില്ല. പക്ഷേ എന്ത് ഭക്ഷണമായിരിക്കും? ദാ ഗുസ്സത്തിൻ, തൊണ്ടയിൽ അടഞ്ഞു നിൽക്കുന്ന, കീഴ്പോട്ടിറങ്ങാതെ തൊണ്ടയിൽ അടഞ്ഞു നിൽക്കുന്ന ഭക്ഷണമുണ്ട്. ആദാബൻ അലീമൻ, വേദനയുമുണ്ട്. അതാ ഗുസ്സത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഗുസ്സ എന്ന് ശരിക്കും പറഞ്ഞാൽ ദേഷ്യത്തിന് പറയും ശരിക്കും മനുഷ്യന്. തിന്നിട്ട് ഇതിങ്ങോട്ട് താഴത്തേക്കൊണ്ട് ഇറങ്ങൂല, മേലേക്കൊണ്ട് പോരുമില്ല. ആ കൂടെ തൊണ്ടയിൽ കുടുങ്ങി എന്തൊക്കെയാണ് മനുഷ്യൻ്റെ അവസ്ഥ? അങ്ങോട്ടും പോലും അങ്ങോട്ടും പോലും ആകെ ഇടങ്ങാറാകുമ്പോൾ അതുകൊണ്ട്. പിന്നെ അപ്പോൾ അത്രയും പ്രയാസപ്പെടുന്ന ഒരു രൂപത്തിലുള്ള ഭക്ഷണം. തആമൻ യുഗസ്സു ബിഹി ആക്കിലുഹു, തൊണ്ടയിൽ കുടുങ്ങുക എന്നാണ് അവിടെ ശരിക്കും അർത്ഥം.
നേരത്തെ പറഞ്ഞ ദേഷ്യം എന്നുള്ളത് പിന്നെ ഉറുദുവിലാണ് കേട്ടോ. സോറി, ഉറുദു ഭാഷയിൽ ഗുസ്സ എന്ന് പറയാറുണ്ട്. അത് ഗുസ്സ ഹോഗയാന്ന് പറഞ്ഞാൽ അവൻ ദേഷ്യപ്പെട്ടു എന്നർത്ഥം. ഇവിടെ അതല്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ത്വആമൻ യുഗസ്സു ബിഹി ആക്കിലുഹു, തൊണ്ടയിൽ കുടുങ്ങുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ തൊണ്ടയിൽ കുടുങ്ങി അടങ്ങാറാകുന്ന ഒരു ഭക്ഷണം. വേറെയും പല ആയത്തുകളിലും ഈ വിഷയം അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ആയത്ത് ഓതിയപ്പോൾ തങ്ങൾക്ക് ബോധക്ഷയം വന്നു എന്ന് ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി ഇന്ന ലദൈന അൻകാലം വജഹീമൻ വതആമൻ ദാ ഗുസ്സത്തിൻ എന്ന് ഓതിയപ്പോഴേക്ക് ഫസായിഖ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബോധക്ഷയം വന്നു. അതിൻ്റെ ഗൗരവം ആലോചിച്ചിട്ട്. സുബ്ഹാനല്ലാഹ്. യാ അല്ലാഹ്. മഹാന്മാരായ ആളുകളൊക്കെ ഈ ആയത്ത് ഓതുന്ന സമയത്ത് വല്ലാതെ ചിന്തിച്ചിരുന്ന ആളുകളാണെന്നാണ്. നമ്മളിപ്പോൾ ഇത് എത്ര പ്രാവശ്യം ഓതിപ്പോയി, നമ്മളെന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഖലീദ് എന്നവർ പറയുന്ന ഒരു സംഭവമുണ്ട്. ഹസൻ എന്നവർ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്നു. ഒരു വൈകുന്നേരം നോമ്പുറക്കുള്ള സമയമായപ്പോൾ പിന്നെ ഹസൻ എന്നവർക്ക് ഖലീദ് എന്നവർ ഭക്ഷണം കൊണ്ട് കൊടുത്തു. ഭക്ഷണം കൊണ്ട് കൊടുത്തപ്പോൾ അദ്ദേഹം ആ സമയത്താണ് ഖുർആൻ ഓതുന്ന സമയമാണ്. അപ്പോഴാണ് പെട്ടെന്ന് ഈ ആയത്ത് മുന്നിൽ വന്നത്. ഇന്നലദൈന അൻകാലം വജഹീമൻ വതആമൻ ദാ ഗുസ്സത്തിൻ വഅദാബിൻ അലീമ. അവർ പറഞ്ഞു ഇർഫഅ തആമക, ഭക്ഷണം ഇവിടുന്ന് കൊടുത്തുകൊണ്ടേന്ന് പറഞ്ഞു. ഭക്ഷണം കൊണ്ടേക്കോളി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അപ്പോൾ അവിടെ നിന്ന് പോന്നിട്ട് കുറച്ച് കഴിഞ്ഞ് വീണ്ടും ഭക്ഷണം കൊണ്ടുകൊടുത്തു. ഭക്ഷണം കൊണ്ടെടുത്തപ്പോൾ മൂപ്പർ വീണ്ടും ആ ആയത്ത് ഇങ്ങനെ മൂപ്പർക്ക് ഓർമ്മ വരികയാണ്. എടുക്കുന്ന പറഞ്ഞു ഇർഫഉഹു, ഭക്ഷണം എടുക്കുന്ന പറഞ്ഞു. മൂന്നാമത്തെ സമയം ഇതേപോലെ ആവർത്തിച്ചു. സുബ്ഹാനല്ലാഹ്. പിന്നെ അവർ കരയാണ്. ഭക്ഷണം എന്തെങ്കിലും ഭക്ഷണം കഴിക്കാത്തത്, ഈ ആയത്തിന് കേട്ടിട്ട് ഭക്ഷണം കഴിക്കാൻ തോന്നണില്ല. അള്ളാഹു അങ്ങനെയല്ല പറയുന്നത് നരകത്തെക്കുറിച്ച്. അപ്പോൾ ഖിയാമത്ത് നാളിലെ സംഭവ വികാസങ്ങളെ അല്ലെങ്കിൽ ശിക്ഷകളെക്കുറിച്ചൊക്കെയാണ് ഈ വാക്യങ്ങളിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. തൊണ്ടയിൽ അടഞ്ഞു നിൽക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞത് സഖൂം, ലരിയ മുതലായ നരകത്തിൽ ഉണ്ടാകുന്ന ഭക്ഷണങ്ങളെക്കുറിച്ചാണ്. പരിശുദ്ധ ഖുർആനിൽ മറ്റുള്ള ആയത്തുകളിൽ പറഞ്ഞ വിഷയമാണത്. സഖൂമും ലരിയും, ഇതാണ് തൊണ്ടയിൽ അടഞ്ഞു നിൽക്കുന്ന ഭക്ഷണം. സഖൂമിനെ കുറിച്ച് പിന്നെ സൂറത്തു ദുഖാനിലുണ്ട്, അതുപോലെ സൂറത്തു സ്വാഫാത്തിലുണ്ട്. ലരിയനെ പറ്റി സൂറത്തുൽ ഗാശിയയിലും ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ആയത്തുകൾ പറയാം. അപ്പോൾ മഹാന്മാരായ ആളുകൾ അതിനോടുള്ള സമീപനം ഇങ്ങനെയായിരുന്നു എന്ന് കാണുമ്പോൾ നമ്മളെ ഖുർആനത്തും അവരുടെ ഖുർആനത്തും എവിടെ എന്ന് ആലോചിച്ച് നോക്കണം അല്ലേ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, നരകത്തിൽ നിന്ന് കാക്കട്ടെ. ആമീൻ. ഖുർആൻ അർത്ഥം പറഞ്ഞ് ഓതാനുള്ള തൗഫീഖും തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. ഈ സഖൂമിനെ കുറിച്ചും ഒക്കെ പറഞ്ഞ ആയത്തുകളും നമുക്ക് പരാമർശിക്കാം. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ്. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.